സൂറത്തുൻ നംല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون. أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون. وإنك لتلقى القرآن من لدن حكيم عليم. ഇപ്പം നംല് എന്നാണ് സൂറത്തിൻ്റെ പേര്. നംല് വർഗം എന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജീവജാലങ്ങളോട്, മനുഷ്യരോടെന്ന പോലെ ജിന്നുകളോടും മറ്റു ജീവജാലങ്ങളോടും പക്ഷികളോടും ഉറുമ്പുകളോടുമൊക്കെ സംവദിച്ചിരുന്നു. അവയുടെ സംസാരം, അവയുടെ ആശയവിനിമയം അള്ളാഹു സുലൈമാൻ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നംല് സമൂഹത്തിനുമായി ബന്ധപ്പെട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്ത അവരുടെ നംല് സമൂഹ ഉറുമ്പ് സമൂഹത്തിൻ്റെ ആശയവിനിമയമാണ് ഈ ചരിത്രത്തിൽ സുലൈമാൻ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇതിൽ പറഞ്ഞത്. സുലൈമാൻ നബിയുടെ മറ്റു ചരിത്രങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആയത്തിനെ മുൻനിർത്തിയാണ് ഈ സൂറത്തിന് നംല് എന്ന പേര് വന്നത്. ശുഅറാ സൂറത്താണ് ഇതിന് മുമ്പ് കഴിഞ്ഞു പോയത്. നംലിൻ്റെ ശേഷം പിന്നീട് വരുന്നത് ഖസസാണ് എന്നല്ലേ? ഖസസ് എന്നല്ലേ? സൂറത്തുൽ ഖസസാണ്, ചരിത്രം. ഇതിൻ്റെ ഇത് ഖുർആനിൻ്റെ അവതരണം ക്രമം ഈ 3 സൂറത്തുകളും ഒരേ ക്രമത്തിലാണ് ഇറങ്ങിയത് എന്ന് കാണാം. മക്കിയായ സൂറത്താണ്. മക്കയിൽ നിന്ന് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അത് മാലം യായിലെന്ന് വരെ ഇറങ്ങി. പിന്നീട് യായുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല അത് ഇറങ്ങി. പിന്നെ ഒരിക്കൽ അതിൻ്റെ ഇഖ്റ ബിസ്മിയുടെ ബാക്കി ഇറങ്ങി. അങ്ങനെ പലപ്പോഴായി ഇറങ്ങുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്ത് ഇന്ന സൂറത്തിൻ്റെ പിന്നിലാണ്, ഇന്ന ആയത്തിൻ്റെ പിന്നിലാണ്, ഇന്ന സൂറത്തിലാണ് എന്നിങ്ങനെ വേർതിരിച്ചു കൊടുത്തതാണ് ഖുർആൻ. പക്ഷേ ചില സൂറത്തുകൾ ക്രമത്തിൽ തന്നെ ഇറങ്ങിയ കൂട്ടത്തിലുള്ള സൂറത്താണ് സൂറത്തു ശുഅറാ, പിന്നീട് സൂറത്തുൽ ഖസസ്, സൂറത്തുൽ നംല്, പിന്നെ സൂറത്തുൽ ഖസസ്. 3 അങ്ങനെ 26, 27, 28 ഇങ്ങനെയാണ് ഇറങ്ങിയത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ
ഹദീസ് സഹാബിമാരിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാം സൂറത്തുൻ നംൽ. അതിന് ബന്ധമുണ്ട് താനും. അത് സൂറത്തു ശുആറയിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ വിഷയങ്ങൾ അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് പറഞ്ഞിരുന്നത്. ആ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇതിലുമുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാം, മൂസാ നബിയുടെ ചരിത്രം തുടങ്ങുന്നുണ്ട്, പിന്നെ സുലൈമാൻ നബിയുടേതും, അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ തുടർച്ച അതിലും ഇതിലുമുണ്ട്. അമ്പിയാക്കന്മാരുടെ ചരിത്രം ഖുർആൻ പറയുമ്പോൾ ഇത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അറിയില്ല, മക്കക്കാർക്ക് അറിയുന്നതല്ല അമ്പിയാക്കന്മാരുടെ ചരിത്രം. അവർക്ക് അങ്ങനെ ഒരു വിവരമേ ഇല്ല. ആകെ ഈ വിവരമുള്ള ആളുകൾ ആരാണ്? മദീനത്തുള്ള യഹൂദുകളാണ്. ഈ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിനെ പറ്റി ചെറിയ ഒരു ധാരണയെങ്കിലും ഉള്ളത് അവർക്കാണ്. മക്കക്കാർക്കത് അറിയില്ല. മക്കക്കാരുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അപ്പം നബി വളർന്ന സമൂഹത്തിന് ഈ അമ്പിയാക്കളുടെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത സമൂഹത്തിൻ്റെ ഇടയിൽ ഒരാൾ, മുഹമ്മദ് എന്ന പ്രവാചകൻ, അമ്പിയാക്കളുടെ ചരിത്രം ഇങ്ങനെ പറയുന്നു വരി വരിയായിട്ട്. എന്നാലോ അത് മദീനയിലുള്ള യഹൂദുകളും നസാറാക്കളും കേൾക്കുമ്പോൾ അത് ഞങ്ങളെ വേരത്തിലുള്ളത് തന്നെയാണ്, ശരി തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് അല്ലാഹു തആല ആ ഒരു, അതായത് പ്രവാചകൻ പഠിച്ചിട്ടില്ല, വിവരമൊന്നുമില്ല, എന്നിട്ട് പഠിച്ച ആളുകൾക്ക് അവർ സമ്മതിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ അമ്പിയാക്കന്മാരുടെ പൂർവ്വകാലത്തുണ്ടായ ചരിത്രങ്ങൾ പറയുമ്പോൾ അത് മുഹമ്മദ് നബി സ്വന്തം ആശയത്തിൽ നിന്ന് എടുത്തു പറയുന്നതല്ല, അത് അള്ളാഹുവിങ്കൽ നിന്ന് വഹി കിട്ടിയത് തന്നെയാണ് എന്ന് ഈ ഖുർആൻ കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്തലുകൂടി ഇതിൻ്റെ ഉദ്ദേശമാണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ വിവരിച്ചത് കാണാം. വേറൊന്ന്, ഈ സൂറത്ത് ആരംഭിക്കുന്നത് താസീൻ എന്നതുകൊണ്ടാണ്. നമ്മൾ സ്വറ ആരംഭിച്ചതോ താസീൻ മീം എന്നാണ്. ഇവിടെ ഒരു വിഷയം നമുക്ക് നോക്കിയാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായിരുന്നു, അക്ഷരജ്ഞാനമില്ലാത്ത ആളാണ് നബി. നബി വളർന്നതും 40 വയസ്സായപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അക്ഷരവും ഓതാനോ എഴുതാനോ വായിക്കാനോ നബി പഠിച്ചിട്ടില്ല എന്ന് നബിയും പറഞ്ഞിട്ടുണ്ട്. ഉമാകുന്ത തരീമൽ കിതാബ് പോലുള്ള ഈമാൻ എന്ന് ഖുർആൻ തന്നെ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾക്ക് പറയാം ഇവനൊരു അക്ഷരവും പഠിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അറബി ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഷ സംസാരിക്കുന്ന ആൾ ആ ഭാഷയുടെ അക്ഷരങ്ങളുടെ പേരറിയണമെന്നില്ല. ഇപ്പം നമ്മൾ ബോക്സ് എന്ന് ഒരു ഇംഗ്ലീഷുകാരൻ പറയുകയാണെങ്കിൽ അത് ബോക്സ് എന്ന് ചിലപ്പോൾ അയാൾ കണ്ടാൽ പറഞ്ഞുകൂടായിരുന്നു, ഒരു പെട്ടിയാണ് ബോക്സ് ബോക്സ് ബോക്സ്. പക്ഷേ ഈ ബോക്സിൽ ബി ഉണ്ട്, ഒ ഉണ്ട്, എക്സ് എന്നൊരക്ഷരമുണ്ട് എന്ന് ഒരു അക്ഷരജ്ഞാനമില്ലാത്തൊരു ഇംഗ്ലീഷുകാരനെ പറയാൻ കഴിയില്ല. അത് അക്ഷരജ്ഞാനമുള്ളവനെ പറയാൻ പറ്റും. അവിടെയാണ് നമ്മൾക്ക് അത് ഏതൊരു ഭാഷൻ്റെയും ഒരു പ്രത്യേകത അതാണ്. ആ ഒച്ച ശബ്ദം അവൻ ഉച്ചരിക്കും. അത് മാതാവിൻ്റെ നാവിൽ നിന്ന് കേട്ടിട്ട് ഇംഗ്ലീഷാണോ അറബിയാണോ മലയാളമാണോ ഹിന്ദിയാണോ എന്തായിരുന്നാലും അത് പറയുന്നല്ലാതെ, ഇപ്പോൾ ഒരു ഉറുദു അറിയുന്ന ഒരാൾക്ക് ഒരു പിന്നെ ക്യാഹേ എന്ന് പറയുന്ന ഒരാൾക്ക് കെ എന്ന അക്ഷരം പറയാൻ കഴിയില്ല. അതിൻ്റെ ക്യാൻ്റെ ആദ്യത്തെ അക്ഷരം കേതാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. അതിൻ്റെ ഉച്ചാരണേ അറിയുള്ളൂ, അക്ഷരത്തിൻ്റെ പേരറിയില്ല. അങ്ങനെ തന്നെയാണ് അറബിയും. അറബിയും ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ തിൽക്ക തിൽക്ക എന്ന് പറയും. നേരെ മറിച്ച് താ ലാമ് താ ലാമ് കേഫ് അത് അക്ഷരജ്ഞാനമുള്ളവനെ പറയാൻ കഴിയുള്ളൂ. മുഹമ്മദ് നബിക്ക് അക്ഷരജ്ഞാനമില്ല. എന്നിട്ട് മുഹമ്മദ് നബി പറയുന്നു എന്ത്? അലിഫ് ലാമ് മീമ്. അത് ഇവർക്ക് അറിയണ്ടല്ല. ഒൽക്ക് അലം എന്നുള്ള അലിഫ് വന്നാൽ ആ എന്നും ലാമ് വന്നാൽ ലാ എന്നും മീമ് വന്നാൽ മാ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. മീമ് ലാമ് അലിഫ് എന്ന് പറയണമെങ്കിൽ അക്ഷരം പഠിച്ചവനാവണം. മുഹമ്മദ് നബി ആവട്ടെ
കാഫ്, ഹാ, യാ, ഐന്, നൂന്, ഇങ്ങനെ കാഫ് ഹായ, കാഫ് ഹാ, കാഫ് ഹാ യാ, ഐൻ, സ്വാദ്. എല്ലാ അക്ഷരവും അവസാനിക്കുന്നത് ഒരക്ഷരത്തിലല്ലോ. അലിഫ്, കാഫ് ഒക്കെ ഫ ആണ്. നേരെ മറിച്ച് പിന്നെ എന്താണ് ഫ, റാ, ബാ, താ, അങ്ങനെ. നേരെ മറിച്ച് ജീമ്, മീമ്, അങ്ങനെ. നൂന്, നൂൻ നാമലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ ഇപ്പം സൂ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ഇംഗ്ലീഷുകാരന് ഇസഡ് എന്നുള്ളതോ പഠിച്ചിട്ടില്ല. സൂ എന്നേ പറയാൻ പറ്റുള്ളൂ, ആ ശബ്ദം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. മറ്റത് ഓയാണെന്നും 2 ഓയാണെന്നും ഇസറ്റാണെന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ത്വാ എന്ന് മുഹമ്മദ് നബി പഠിച്ചിട്ടില്ല, അക്ഷരജ്ഞാനം പഠിച്ചിട്ടില്ല. നമ്മളാദ്യം അക്ഷരത്തിൻ്റെ പേര് പഠിച്ചിട്ടാണ് അനറബികളായ ആളുകൾ ആ അക്ഷരത്തിൻ്റെ ശബ്ദം പഠിക്കുന്നത്. ത്വാ ഉൻ, അലിഫുൻ, ബാ ഉൻ, താ ഉൻ, സാ ഉൻ, റാ ഉൻ, സായുൻ. കണ്ടില്ലേ, റാ എന്നാണ് ആ അക്ഷരത്തിൻ്റെ പേര്. നേരെ മറിച്ച് ആ റാഇനൊരു പുള്ളിയിട്ടാൽ ആ അക്ഷരത്തിൻ്റെ പേരെന്താ? സായി എന്നാണ്, സാ എന്നല്ല. അത് നമ്മൾ പണ്ട് തെറ്റി പഠിച്ചിട്ടുണ്ടാവും. റാ സാ അങ്ങനെയല്ല, റാ സായി എന്ന്, യാ ആണ് അതിൻ്റെ പേര്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അക്ഷരം സംസാരിക്കാൻ അറിയാ ഖുറൈശികളെ പോലെ എന്നല്ലാതെ അക്ഷരജ്ഞാനമറിയാത്ത അല്ലദീന യത്തബിഊന നബിയൽ ഉമ്മിയ, അക്ഷരജ്ഞാനമില്ലാത്ത നബി എന്നാണ് അള്ളാഹു തആല എന്നെ വിശേഷിപ്പിച്ചതും ഖുറൈശികൾ അംഗീകരിച്ചതും. പിന്നെ അക്ഷരജ്ഞാനമില്ല. എന്നിട്ട് അദ്ദേഹം ആ അക്ഷരം ഉച്ചരിക്കുകയാണ്. എന്ത്? ഖാ മീ ത്വാ സീൻ. അപ്പം അതിലൊരു മോജിസത്തുണ്ട്. അക്ഷരജ്ഞാനമില്ലാത്തവൻ എങ്ങനെ ഈ അക്ഷരത്തിൻ്റെ പേര് കിട്ടി? അതിലൊരു മോജിസത്തുണ്ട്. അപ്പം മോജിസത്താണ് താസീൻ, അതുപോലെ ത്വാസീം മീം, അലിഫ് ലാം മീം എന്നൊക്കെ എന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മളെന്താ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു അഅലം ബി മുറാദി, അതിൻ്റെ മുറാദ് അള്ളാഹ്ക്കറിയാം. ഇനി തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ, ഇതൊക്കെ ഇനി നമ്മൾ കുറച്ചൊക്കെ നമുക്കും പറയാൻ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സിലാകണ്ടേ. തിൽക ആയാത്തുൽ ഖുർആൻ, ആ പറയുന്നത് ആയാത്തുൽ ഖുർആൻ, അത് തിൽക എന്ന് പറഞ്ഞാൽ അത്. ആയാത്തുൽ ഖുർആൻ, ഖുർആനിലെ വചനങ്ങളാണ്, ഖുർആനിലെ വചനങ്ങളാണ്. ഇപ്പം സൂര്യനും ചന്ദ്രനും ആയത്ത് എന്ന് പറയുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അർത്ഥം. ഖുർആനിൻ്റെ ആയത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ ഈ വചനങ്ങൾ അതെന്നെ ഒരു ദൃഷ്ടാന്തമാണല്ലോ. അപ്പം അതുകൊണ്ട് വചനങ്ങളാണ്. അൽ ഖുർആൻ, ഖുർആനിൻ്റെ. വ കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയുമാണ്. മുബീൻ എന്ന് പറഞ്ഞാൽ ബയാൻ ചെയ്യുന്ന, വ്യക്തമാക്കുന്ന. ഖുർആൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നിട്ടുണ്ട് നമുക്ക്. എല്ലാ വിഷയങ്ങളും ഖുർആൻ മനുഷ്യന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നാൽ പിന്നെ മഴനെ പറ്റിയുണ്ട്, കാറ്റിനെ പറ്റിയുണ്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഏസിനെ പറ്റി ഇവിടെ ഖുർആനിന് ഇവിടെ പിന്നെ റഷീദുല്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു ഈജിപ്തിൽ. കഴിഞ്ഞ 1935 അദ്ദേഹം മരിച്ചു പോകുന്നത്, റഷീദുല്ല. അദ്ദേഹത്തിനോട് അവിടെ ഉണ്ടായിരുന്ന ഈജിപ്തിലെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിനൊരു തഫ്സീറൊക്കെ ഉണ്ട്, തഫ്സീറുൽ മനാർ റഷീദുല്ല. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ, പിന്നെ ഖുർആനിലെല്ലാം ഉണ്ടോ? ആ എല്ലാം ഉണ്ട്, എല്ലാ വിഷയവും ഖുർആനിലുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചൊല്ലുന്ന ഖുർആനിൽ എങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇർദബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാത്രമാണ്. ആ ഒരു ഇർദബിൽ എത്ര ചപ്പാത്തി കൊള്ളും? ഒരു ഇർദബിൽ എത്ര ചപ്പാത്തി കൊള്ളും? അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ ഇതിൽ എത്ര ചപ്പാത്തി ഉള്ളൂ എന്നുള്ളതാണ്, ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞുതരാം. അല്ല, നിങ്ങൾ ഖുർആൻ പണ്ഡിതനൊക്കെ അല്ലേ, നിങ്ങൾക്ക് അറിയണമല്ലോ, ഖുർആനിലെല്ലാം ഉള്ളതല്ലോ. അദ്ദേഹം ഖബ്ബാസ്, അതായത് ഈ ബേക്കിംഗ് ചെയ്യുന്ന ഒരാളെടുത്ത് പോയിട്ട് ഈ ചപ്പാത്തിയൊക്കെ പിന്നെ ചുട്ട് വെക്കുന്ന ആളോട് ചോദിച്ചു, ഒരു ഇർദബിൽ എത്ര ചപ്പാത്തി ഉള്ളൂ? അപ്പം അതിൻ്റെ എണ്ണം പറഞ്ഞു. ഉപരൊന്ന് പറഞ്ഞു,
ഒരു ഇർദബിൽ ഇത്ര ചപ്പാത്തി ഉള്ളൂ. അല്ല, ഞാൻ അയാളോട് ചോദിച്ച് പറയാനല്ല പറഞ്ഞത്, ഖുർആനിലുണ്ടോയെന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഖുർആനെല്ലാം ഉണ്ട് എന്നാണ് നിങ്ങൾ അയാളോട് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ഖുർആനിലില്ലല്ലേ? ഖുർആനിലുണ്ടത്. എത്ര എങ്ങനെയാണ് ഖുർആനിലുള്ളത്? അയാൾ പറഞ്ഞല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ സംഗതി അതിലുണ്ട്. അതായത് മുബീൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് പറയുന്നത്. മുബീൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന ഖുർആൻ എന്നാണ്. അപ്പോൾ ഖുർആനിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ചിലതൊക്കെ നേർക്കുനേരെ വിവരിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും കണക്ക് കൂട്ടാനും പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയുമാണ് ഇത്. ഹുദൻ, അത് സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതാണ്. ഖുർആൻ സന്മാർഗത്തിലേക്ക്, ഹിദായത്ത് എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥം നമ്മൾ സാധാരണ പറയാറുണ്ട്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വെളിച്ചം കാണിക്കുന്നതിന് ഹിദായത്ത് എന്ന് പറയുന്നുണ്ട്, വെളിച്ചത്തിലേക്ക് ചേർക്കുന്നതിന്, സന്മാർഗം കാണിച്ചു തരുന്നതിന് ഹിദായത്ത് എന്ന് പറയുന്നുണ്ട്, സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതിനും ഹിദായത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ കാണിച്ചു തരണമേ എന്നല്ല പറയേണ്ട അർത്ഥം. പിന്നെന്താ? അതിലേക്ക് ചേർക്കണം എന്നാണ്. കാരണം സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കാൻ അല്ലാഹ്ക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. നബിൻ്റെ പണി ചേർക്കലല്ല. ഫാത്തിമ ബീവിനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നീ അമൽ ചെയ്യണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അസ്അലുക മുറാഫഖത്തക ഫിൽ ജന്ന, റസൂലേ താങ്കളോടൊപ്പം ഒരു റഫീഖായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. എന്താ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചൊരു സാഹിബിനോട് നബി. അയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചില കാര്യം പറയാനുണ്ട്, ചോദിച്ചാറുണ്ട്, അത് നിങ്ങൾ തരണം. എന്നാൽ ചോദിക്കുക തരണം. നിങ്ങളെ കൂടെ സ്വർഗത്തിൽ എനിക്ക് കൂട്ടുകാരനായി വേണമെന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ അയാളെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, അത് അള്ളാൻ്റെ പണിയല്ലേ, ഹിദായത്ത് ചേർക്കുക എന്നുണ്ട്. നബി പറഞ്ഞു ഫഅഇന്നി അലാ ദിക്രിക ബികസറത്തി സുജൂദ്, നീ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചിട്ടിയാൽ മതി. ഞാനക്ക് ഉത്തരം തരണമെങ്കിൽ എന്ത് വേണം? ഈ കുറേ അധികം നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ച് സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ അവർ അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് ചേർക്കും. അതാണ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞതിൻ്റെ ഉത്തരം എനിക്ക് തരാൻ കഴിയണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം, അല്ലാതെ എനിക്കെന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകന് പോലും നമുക്ക് എന്താണ് ഇന്നക ലഹാദിന്നാസ്, നീ ജനങ്ങളെ വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്. നമുക്കൊക്കെ അത്രയും ചേർക്കാൻ പറ്റില്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ല വഴി കാണിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ലത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക. നമ്മളവരെ സ്കൂളിലോ കോളേജിലോ ഒക്കെ ചേർക്കുമ്പോൾ നല്ല കാര്യങ്ങളും കൂടി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഹിദായത്ത് കൊടുക്കേണ്ടത് പഠിച്ചവനാണ്. അപ്പം ഇവിടെ ഹുദൻ, ഖുർആൻ ഹിദായത്തിലേക്ക് ചേർക്കുന്ന ഗ്രന്ഥമാണ്, ഹിദായത്തിലേക്ക് ചേർക്കുന്ന. കാരണം ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ആ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ, ആ ഖുർആൻ നമ്മൾ പഠിച്ചാൽ, ഖുർആൻ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ താനേ ഹിദായത്തിലേക്ക് നമ്മളറിയാതെയാണ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഹുദൻ ഹിദായത്താണെന്ന് പറഞ്ഞാൽ ഖുർആൻ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതാണ് ഖുർആൻ. വ ബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയുമാണ് ഖുർആൻ. അതായത് ഹിദായത്തിലേക്ക് ചേർന്ന് കിട്ടിയാൽ, ഹിദായത്ത് കാണിച്ചു തന്നാൽ നമുക്ക് സന്തോഷവാർത്ത ഉണ്ടാവണം. ഇപ്പോൾ മുഹമ്മദ് നബി നമുക്ക് ഹിദായത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി റസൂലുള്ളാഹ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിൽ സന്തോഷവാർത്ത ഇല്ല. എന്താ കാരണം? നമ്മളതനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് ബുഷറ കിട്ടുള്ളൂ. നേരെ മറിച്ച് അള്ളാഹ് നമ്മളെ ഹിദായത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് ബുഷറയാണ്, സന്തോഷ വാർത്തയാണ്.
അപ്പോൾ ഖുർആൻ ഹുദയാണ്, അതിലേക്ക് ചേർക്കുന്നതാണ്. ബുഷ്റ. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതണം, നമ്മൾ താനേ ഹിദായത്തിലേക്ക് വരും. ഖുർആൻ്റെ ആശയങ്ങൾ പഠിക്കണം, താനേ ഹിദായത്തിലേക്ക് വരുമെന്നാണ് അള്ളാഹ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബുഷ്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷവാർത്തയുമാണ്. ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ, ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ സുവിശേഷം, സന്തോഷവാർത്ത സന്തോഷവാർത്ത എന്നാണ് ബിഷാറത്തിൻ്റെ അർത്ഥം. പിന്നെ ആരാണ് മുഅ്മിനീങ്ങൾ? ഇനി മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്തയാണ് ഖുർആനിൽ വിശ്വസിച്ച് ഖുർആനിൻ്റെ ഹിദായത്ത് കിട്ടിയ ആളുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് ഖുർആനിൻ്റെ ഹിദായത്ത് ലഭിച്ച സന്തോഷവാർത്ത പ്രതീക്ഷിക്കാവുന്ന ആളുകൾ ആരാണ്? അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. 3 കാര്യമാണ്. മുഅ്മിനീങ്ങളാണ് എന്ന് ബോധ്യമാവണമെങ്കിൽ 3 കാര്യം ഉണ്ടായിരിക്കണം. 1, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരായിരിക്കണം. അഖാമ യുഖീമു എന്ന് പറഞ്ഞാൽ യുസല്ലൂന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർ എന്നാണ്. യുഖീമൂന സ്വലാത്ത എന്ന് പറഞ്ഞാൽ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവർ, നിലനിർത്തുന്നവർ എന്നാണ് അർത്ഥം. നമ്മൾ ഒന്നുകിൽ മുറപ്രകാരം നിർവഹിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. അപ്പോൾ നമസ്കാരം നിലനിർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി അതിൻ്റെ സമയാസമയം, അല്ലാഹു തആല ഒരു ജീവിതത്തിൽ ഒരിക്കലല്ലല്ലോ നിസ്കരിക്കാൻ പറഞ്ഞത്, എന്നും 5 വട്ടമാണ്. അപ്പോൾ നമ്മൾ അതിനെ നിലനിർത്തണം. അതാണ് നിലനിർത്തൽ. പിന്നെ ആ നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും സുന്നത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു. എന്തിന്? ഈ ഫറളായ നമസ്കാരത്തിലെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാൻ വേണ്ടി. അപ്പോൾ അതും വേണം നമ്മൾ നിലനിർത്താൻ. നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഭക്തിയോടുകൂടി ഖുശൂഓടുകൂടി മറ്റു ചിന്തകളിൽ നിന്ന് മുക്തമായി നിർവഹിക്കണം. അതും നമസ്കാരം നിലനിർത്തുക എന്നുള്ളതിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. യുഖീമൂന സ്വലാത്ത, ജമാഅത്തായിട്ട് പുരുഷന്മാർ കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ നമസ്കരിക്കണം. അതും നമസ്കാരത്തിൻ്റെ യുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവർ എന്നതിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ കെട്ടും മട്ടും പാലിച്ചുകൊണ്ട് കഴിയും വിധം നമസ്കാരം നിലനിർത്തുന്നവർ, അവർക്കാണ് ഖുർആൻ ഹിദായത്തിലായി എന്ന ബുശ്റയുള്ളത്. രണ്ടാമത് വയുതൂന സകാത്ത, സകാത്ത് നൽകുന്നവർ. യുതൂന സകാത്ത, സകാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തിനാവശ്യമായ ദാനം നൽകുന്നവർ. രണ്ടാമത്തത്. മൂന്നാമത്തേത് വഹും അവർ ബിൽ ആഖിറത്തി, പരലോകത്തെപ്പറ്റി ഹും യൂഖിനൂൻ, യഖീനോടുകൂടി ജീവിക്കുന്ന അവർ. അപ്പം 3 കാര്യമാണ്. ഒന്ന്, നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് എന്നും ജീവിതത്തിലുണ്ടാവേണ്ട കാര്യമാണ്. അത് അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ഇടപാടാണ്. കാരണം പഠിച്ചവനെ അള്ളാഹു തആല മുഹമ്മദ് നബിയെ മിഅ്റാജ് രാത്രിയിൽ ആകാശലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അള്ളാഹ് കൊടുത്ത സമ്മാനമാണ് നമസ്കാരം. അതാ ആലമുൽ ഗൈബിൽ അള്ളാഹ് കൊടുത്ത സാധനമാണ്. ഇത് നിലനിർത്തണം എൻ്റെ കൗമിനോട് പറയാൻ. അവിടുന്നാണല്ലോ നമസ്കാരം കിട്ടിയത്. അപ്പോൾ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അള്ളയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കാൻ ആവശ്യമായ ഒരു പ്രത്യേക ബന്ധമാണ് നമസ്കാരം. അതിലൊക്കെ നമ്മളെ ആളുകൾ വളരെ പിന്നിലാണ്. നമ്മളെ മക്കളെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ തന്നെ വളരെ പിന്നിലാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മക്കളും ഭാര്യമാരൊക്കെ ഒരുപാട് പണി അടുക്കളയിൽ ഉണ്ടാവും. എന്നിട്ട് ളുഹ്ർ തെറ്റി അസറിലേക്ക് കൂടെ കയറിക്കും, അസർ തെറ്റി മഗ്‌രിബിലേക്കാക്കും, അങ്ങനെ സുബഹി ഏതായാലും തെറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു കോലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പഠിച്ചവനും വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ നിലനിൽക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 2, വയുതൂന സകാത്ത, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നിലനിൽക്കണം. നമ്മളെ സഹായം ആവശ്യമുള്ള, എന്നാൽ അവരെ സഹായിക്കാൻ കഴിവുള്ള മനുഷ്യന്മാരെ അല്ലാഹു തആല ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല,
അവരും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്ന സക്കാത്ത് കൂടി നിർബന്ധമാക്കിയിട്ട് ജനങ്ങളെ സഹായിക്കാനുള്ള കൃത്യമായ എണ്ണവും കണക്കും നിഷ്ഠയും അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിർവഹിക്കുന്ന ആളുകൾക്ക് ഖുർആനിൻ്റെ ഹിദായത്ത് കിട്ടി എന്ന് പറയാവൂ. ഹുദൻ വ ബുശ്റാലിൽ മുഅ്മിനീന അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സക്കാത്ത. മനുഷ്യനും സമൂഹവും തമ്മിലുള്ള നിലനിൽപ്പ്, അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. മറ്റത് മനുഷ്യനും പടച്ചോനും തമ്മിലുള്ള ബന്ധം. പിന്നെ വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. അവർ ബിൽ ആഖിറത്തി പരലോകത്തെ പറ്റി, മറ്റൊരു ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടതുണ്ട്. ആഖിറത്ത് എന്നാണ് മറ്റൊരു ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടതുള്ളതിനെ പറ്റി ഹും അവർ തന്നെ യൂഖിനൂൻ യഖീനുള്ള ആളുകൾ. രണ്ട് ഹും എന്നുണ്ട്. ആഖിറുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ പിന്നെ അധ്യാപകൻ പറഞ്ഞു പഠിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ പിന്നെ വാപ്പിയമ്മയൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ആഖിറുണ്ട് ഉണ്ട്. അതല്ല, അവർ ബിൽ ആഖിറത്തി മറ്റൊരു ജീവിതത്തെ പറ്റി അവർ തന്നെ യഖീനാവണം. നമുക്ക് ഓരോരുത്തർക്കും യഖീനാവണം. പഠിച്ചോൻ വാപ്പ പറഞ്ഞതിന് വാപ്പാനെ പഠിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെന്ത് പറയുന്നു മേടിച്ചിട്ട് ആഖിറത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചാൽ പോരാ. സ്വയം അവനങ്ങണ്ട് യഖീനായിട്ട് ഞാനത് ചെയ്യണം. അല്ലെങ്കിൽ വേറെയുള്ളവർക്ക് വേണ്ടിയായിരിക്കും അവൻ ചെയ്യുക. അവനെന്നെ എനിക്ക് എൻ്റെ ആഖിറം നന്നാകണമെങ്കിൽ ഞാൻ ഈ ഹലാലല്ലാത്ത പൈസ വാങ്ങരുത്. എൻ്റെ ആഖിറം നന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനൊക്കെ അനുസരിക്കണം. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അതിൻ്റെ ആഖിറത്തിന് കേടാണ്. ആ ഒരു യഖീൻ ഉണ്ടായി കഴിയുന്ന, അവർക്ക് സ്വയം ഉണ്ടായിത്തീരുന്ന ആളുകൾ, ഈ മൂന്ന് ആഖിറത്തിൽ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ നിസ്കാരം സക്കാത്തും കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കും. അതാണ്. ഇപ്പോൾ ഹജ്ജിൻ്റെ കാലമാണ്. ഹജ്ജിന് പോയി വരണമെങ്കിൽ 8 ലക്ഷം 9 ലക്ഷം ഉറുപ്യ വേണം. ഒരു കുടുംബത്തിൽ 2 or 3 ആൾക്ക് ഹജ്ജിന് പോയി വരണമെങ്കിൽ ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങേണ്ട കായുണ്ടാവും, ചെലവ് വരും. അപ്പോൾ ആഖിറത്തിൽ ശരിയായ യഖീൻ ഇല്ലെങ്കിൽ അത് പൈസ ചെലവാക്കാൻ തോന്നൂല. ഇത്ര പൈസ കൊടുത്ത് കാണുന്ന നീ ഹജ്ജിന് പോയിട്ട് എന്താ എന്ന് തോന്നും. അപ്പോൾ അവിടെ യഖീനാണ് വേണ്ടത്. എത്ര ആയാലും എൻ്റെ പരലോകത്തേക്ക് ഞാൻ നമസ്കരിക്കുന്ന പോലെ, ഞാൻ നോമ്പ് നോൽക്കുന്ന പോലെ എനിക്ക് ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ഡിജിറ്റുകൾ 6 അക്കവും 7 അക്കവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൂടിയാണ് കഴിച്ചു പോയാൽ, അതൊക്കെ കൂടി സക്കാത്തിന് ഇക്കൊല്ലാണ് കഴിച്ചു പോയാൽ എത്ര ഉറുപ്പ്യ പോകൽ. വീട്ടിലുള്ള ആഭരണങ്ങളും ലോക്കറിലുള്ള ആഭരണങ്ങൾക്കൊക്കെ കൂടിയും സക്കാത്ത് കണക്കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 1/4 ഭാഗം ആഭരണം ഒരു 10 പവനാണ്ട് പോകുമെന്ന്. അത് പറ്റില്ല. അവിടെയാണ് അവന് യഖീനിൻ്റെ കുറവ് വരിക. അതുകൊണ്ടാണ് വഹും ബിൽ ആഖിറത്തി, അവർ ആഖിറത്തിനെ പറ്റി ഹും അവർക്ക് തന്നെ യൂഖിനൂൻ ദൃഢതയുള്ള ആളുകളാണ് മുഅ്മിനുകൾ. അങ്ങനെയാണ് നമുക്ക് ഖുർആനിൻ്റെ ഹിദായത്ത് കിട്ടിയോ ഇല്ലേ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ സയ്യന്നാ ലഹും അഅ്മാലഹും ഫഹും യഅ്മഹൂൻ. ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ആഖിറത്തിനെ പറ്റി അവർക്ക് വിശ്വാസമില്ല, അങ്ങനെയുള്ള ഒരു കൂട്ടർ, അതായത് ആ ഒരു യഖീന് വന്നിട്ടില്ല, അങ്ങനെ യഖീനില്ലാത്ത ആഖിറത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടർ, സയ്യന്നാ ലഹും അവർക്ക് നാം സീനത്തുള്ളതാക്കി കാണിച്ചു കൊടുത്തു. സയ്യന എന്ന് പറഞ്ഞാൽ സീനത്തായി കാണിച്ചു കൊടുത്തു എന്ന്, അവർക്ക് അലങ്കരിച്ചുകൊണ്ട് അലങ്കാരമായി കാണിച്ചു കൊടുത്തു. അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെയാണല്ലോ ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുകയാണ് ഇതെന്നാണ് മാക്സിമം ശരി, ഇതിനപ്പുറം വേറെ ശരിയൊന്നുമില്ല, ഇന്നെ ആരും പെങ്ങളാരും ഇന്നെ പറഞ്ഞ് നന്നാക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതും ഞാൻ കണ്ടതുമാണ് ശരി. അതാണ് സയ്യന്നാ ലഹും എന്ന് പറയുന്നത്. അവരവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു. വേറൊരാൾ പറഞ്ഞതല്ല, എനിക്ക് ഭംഗി ഞാൻ മനസ്സിലാക്കിയതാണ്. അത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവർ സയ്യന്നാ ലഹും അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നാം ഭംഗിയായി കാണിച്ചു കൊടുത്തു. നമ്മൾ വേണ്ടത് എന്താ? നമ്മളെ പ്രവർത്തനത്തിൽ കുറവുണ്ടോ ഇല്ലേ, അത് നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെയും കൽപ്പന, വേറെ ആരെയും നമ്മൾ നോക്കണ്ട. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് തന്നെ അല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും
ഇഷ്ടമുണ്ടായാലും അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മാറുകയാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹിൻ്റെ റസൂലിൻ്റെയും കൽപ്പന അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ടതിന് നമ്മൾ അത് ഭംഗിയാക്കി നമുക്ക് തോന്നാൻ പാടില്ല. അത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ അടയാളമാണ്. സയ്യന്നാ ലഹും അഅ്മാലഹും, അവരുടെ അവസ്ഥ എന്താണ്? ഫഹും യഅ്മഹൂൻ എന്നാണ്. ഫഹും യഅ്മഹൂൻ, അവർ പരിഭ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംശയിച്ചുകൊണ്ട് ഇങ്ങനെ അലയുന്നവരാണെന്ന്. അമിഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സംശയിച്ചിങ്ങനെ നടക്കുന്നവരാണ്. മരുഭൂമിയിൽ യഅ്മഹൂൻ, മരുഭൂമിയിൽ നിന്ന് യഅ്മഹൂൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോയി നോക്കുക, അതാ ശരി, കുറച്ച് ഇങ്ങോട്ട് പോയി നോക്കുക, അതിലായിരിക്കും നമ്മളെ നാട്ടിക്കത്തല്, അതിലെ പോയി നോക്കുക. അങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ലക്ഷ്യമില്ലാതെ സംശയിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. യഅ്മഹൂൻ ഉലൈക, അക്കൂട്ടർ, അല്ലദീന ലഹും സൂഉൽ അദാബ്. ഉലൈകല്ലദീന, ആ കൂട്ടർ ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ്. ലഹും സൂഉൽ അദാബ്, അവർക്ക് മോശപ്പെട്ട ശിക്ഷയുണ്ടായിരിക്കും. ശിക്ഷ തന്നെ മോശമാണ്. അപ്പം പിന്നെ മോശപ്പെട്ട ശിക്ഷ എന്ന് പറഞ്ഞാലോ അത് ഒരു വലിയ കഠിന ശിക്ഷ, കഠിന ജയിലിൽ കഠിന തടങ്കലിൽ എന്ന് പറയല്ലോ. അപ്പോൾ വലിയ കടുത്ത ശിക്ഷയുള്ള തടങ്കലിലായിരിക്കും എന്ന പോലെ കടുത്ത ശിക്ഷയായിരിക്കും, മോശപ്പെട്ട ശിക്ഷയായിരിക്കും അവർ കിട്ടുക. വഹും, അവരാവട്ടെ, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ഹും, അവർ തന്നെയാണ് അൽ അഖ്സറൂൻ, ഖാസിറായവർ, അതായത് ഖുസ്റാൻ, നഷ്ടത്തിൽപ്പെട്ടവർ അവർ തന്നെയായിരിക്കും. നമ്മൾ കേടായാൽ നമ്മളെ മക്കൾ അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. നമ്മൾ ചീത്തയായാൽ നമ്മുടെ ബാപ്പയും ചീത്ത അനുഭവിക്കേണ്ടി വരില്ല. ഇന്നിപ്പോൾ അതാണ്, ഞാനൊരു അപമാനത്തിലായാൽ എൻ്റെ അപമാനം എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ബാധിക്കും. അവിടെ പടച്ചോൻ്റെ അടുക്കൽ നഷ്ടപ്പെട്ടാൽ എൻ്റെ നഷ്ടം എനിക്കേ ബാധിക്കുള്ളൂ, വേറൊരാൾക്കും ബാധിക്കൂല. അവർ തന്നെയാണ് നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് ശിക്ഷയുണ്ടായിരിക്കും. وَإِنَّكَ لَتُلَقَّى الْقُرْآنَ مِنْ لَدُنْ حَكِيمٍ عَلِيمٍ. وَإِنَّكَ, തീർച്ചയായും നീ, ലതുലഖൽ ഖുർആന, ഈ ഖുർആൻ നീ ഏറ്റുവാങ്ങുന്നു ഖുർആൻ. തുലക്ക എന്ന് പറഞ്ഞാൽ തലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം തൻ്റെ രക്ഷിതാവിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുവാങ്ങി. തുലക്കൽ ഖുർആൻ, നീ ഖുർആനിനെ ഏറ്റുവാങ്ങുന്നു, അതായത് സ്വീകരിക്കുന്നു. എവിടുന്ന്? മിൻ ലദുൻ ഹക്കീമിൻ, സൂക്ഷ്മജ്ഞാനിയായ ഒരുവൻ്റെ അടുക്കൽ നിന്ന്. മിൻ ലദുൻ ഹക്കീമിൻ അലീം, എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ ഒരുവനിൽ നിന്നാണ് ഈ ഖുർആനിനെ നീ ഏറ്റുവാങ്ങുന്നത്. നബിക്ക് സമാധാനം കൊടുക്കുകയാണ്, നബിയെ സമാധാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈ ഖുർആൻ നീ ജനങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കണം എന്നില്ല ആളുകൾ. ജനങ്ങളതിനെ തള്ളിക്കളയുന്നവരുണ്ടായിരിക്കും, ഭാഗികമായി സ്വീകരിക്കുന്നവരുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നീ അതിൽ ഉറച്ചു നിന്നോ. അള്ളാഹു മറ്റേ സൂറത്തു ശുഅറാഇൻ്റെ ആയത്തിലും അള്ളാഹു നബിക്ക് സമാധാനം നൽകുന്നുണ്ട്. അത് പല സൂറത്തുകളിലും കാണാം. നീ ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരങ്ങോട്ട് പെട്ടെന്ന് കണ്ട് സമ്മതിച്ച് അതാണ് സ്വീകരിച്ച് നിൻ്റെ കൂടെ കൂടുന്നൊന്നും നീ വിചാരിക്കണ്ട. ഇതൊക്കെ പണ്ടുള്ളവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ നീ സമാധാനിക്കണം, നീ ഈ ഖുർആൻ ഏറ്റുവാങ്ങുന്നത്, നീ സ്വീകരിക്കുന്നത് മിൻ ലദുൻ ഹക്കീമിൻ അലീം, സൂക്ഷ്മജ്ഞാനിയായ എല്ലാം അറിയുന്ന ഒരുവനിൽ നിന്നാണ്. ലദുൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന്, ലദുൻ ഹക്കീമിൻ, ഹക്കീമിൻ്റെ അടുക്കൽ നിന്നാണ്, അലീമിൻ എല്ലാം അറിയുന്ന. ഈ സൂറത്തിൻ്റെ ഒരു മുഖവുരയായിട്ട് അത് പറഞ്ഞിട്ട് ഇനി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നബി പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നബി അങ്ങനെ ഒരു ചരിത്രം പഠിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന മൂസാ നബിൻ്റെ ചരിത്രമാണെങ്കിലോ വളരെ ലളിതമായി, മൂസാ നബി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടായിരുന്നു ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്. അവിടുന്ന് ഈജിപ്തിലേക്ക് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവമാണ്. ഇരുട്ടത്ത് പെട്ടു, വെളിച്ചമില്ല, വയ്യും അറിയില്ല. അപ്പോൾ ഒരു വെളിച്ചം കണ്ടു.
അവിടെ പോയി നോക്കിയ ഒരു ജീവിതത്തിലെ ഒരു സംഭവം. പോകുമ്പോൾ ഇരുട്ടായി വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് ഒരു മലൻ്റെ അവിടെ നിന്ന് ഒരു വെളിച്ചം കണ്ടു, അങ്ങോട്ട് പോയ ഒരു ചെറിയ സംഭവം. അപ്പോൾ ഇത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു സംഭവം. എന്നാൽ മൂസാ നബിയുടെ ജീവിതത്തിലൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവം മുഹമ്മദ് നബി, അക്ഷരജ്ഞാനമില്ലാത്ത മുഹമ്മദ് നബി ഇങ്ങനെ മണിമണിയായി പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾക്ക് തോന്നുകയാണ് എവിടുന്നാണ് ഇവൻ ഈ കിട്ടേണ്ടത്. അപ്പോൾ അഹ്ലി കിതാബികളായ മദീനക്കാർക്ക് ബോധ്യമാണ് ഇത് ഞങ്ങളെ വേദഗ്രന്ഥത്തിലൊക്കെ ഉള്ളത് തന്നെയാണ്. ആ നാമൂസുൽ അക്ബർ, ഞങ്ങളെ വേദം ആർക്കാണോ ഇറക്കിയത് ആ പടച്ചോൻ തന്നെയാണ് അവനും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതാണ് ഈ ചരിത്രം പറയുന്നത്. ഇത് ഖാല മൂസ നീ ലദുൻ ഹക്കീമിൻ അലീം, എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ ഒരുവൻ്റെ പക്കൽ നിന്നാണ് നീ ഖുർആനിനെ സ്വീകരിക്കുന്നത്. അതിൻ്റെ തെളിവെന്താ? ഇത് ഖാല മൂസ, മൂസാ നബി പറഞ്ഞപ്പോൾ ലി അഹ്ലിഹി, തൻ്റെ ആളിനോട്, തൻ്റെ കുടുംബത്തിനോട്. അഹ്ല് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, അഹ്ലു കേരള എന്ന് പറഞ്ഞാൽ കേരളക്കാർ എന്ന് പറയും. എന്നാൽ അഹ്ലു ബൈത്തി, എൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ. അപ്പോൾ കുറച്ചുകൂടി ചെറുതായി. ഇനി എൻ്റെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ ആദാമിൻ അഹ്ലി, അഹ്ലുൽ ബൈത്ത്, എൻ്റെ അഹ്ലാറിന് എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം. അപ്പോൾ ഇത് ഖാലലി അഹ്ലിഹി, മൂസാ നബി പോയപ്പോൾ തൻ്റെ ഭാര്യ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, മക്കളുണ്ടായിട്ടില്ല. അന്ന് ഗർഭത്തിലിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി ശുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ശേഷം ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഈ ഈജിപ്തിലേക്ക്, ഫിറഔനിൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഭാര്യനോട് പറഞ്ഞ കാര്യം കണ്ടില്ല നിങ്ങൾ, എത്ര ചെറിയ കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, അതും മക്കത്തല്ല, അങ്ങ് ഷാമിലാണ്. മുഹമ്മദ് നബി ഒരിക്കലും കാണാത്ത നാട്ടിലാണ് ആ തൂരിസീന മലയുമൊക്കെ കിടക്കുന്നത്. ആ ഷാമിൻ്റെ ഒരു മലയുടെ അടുത്തുകൂടി രാത്രി സമയത്ത് മൂസാ നബിയും ഭാര്യയും കൂടി നടന്നു പോകുമ്പോൾ ഉണ്ടായ ഒരു വർത്തമാനം, ഭാര്യയോട് ഭർത്താവ് പറയുന്ന ഒരു കാര്യം മുഹമ്മദ് നബി ഇങ്ങനെ പറയില്ലേ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പറയല്ലോ, അല്ലെങ്കിൽ വലിയ ലോകത്തുണ്ടായ വലിയ തൂഫാൻ പോലെയുള്ളൊരു ചരിത്രമല്ലല്ലോ പറയുന്നത്. രാത്രിയായപ്പോൾ ഭാര്യയും ഭർത്താവും സൂര്യസീന പർവ്വതത്തിലെ അതിൻ്റെ സമീപത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ ഭാര്യയോട് പറയാണ്. എന്താണ്? ഇത് ഖാലലി അഹ്ലിഹി, തൻ്റെ ഭാര്യയോട്, ഇവിടെ അഹ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയാണ്, ഭാര്യയോട് പറഞ്ഞ സന്ദർഭം എന്താ പറയുന്നത്? ഇന്നി ആനസ്തു, ഞാൻ കണ്ടു. ആനസ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യമായി, ഞാൻ കണ്ട് ബോധ്യപ്പെട്ടു. നാറൻ, തീയ്, ഞാൻ തീയ് കണ്ടു എന്ന് ഭാര്യനോട് പറയാണ്. ഇരുട്ടത്ത് ഇങ്ങനെ പോകുമ്പോൾ വഴി കാണാതെയായി. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഞാൻ തീയ് കണ്ടിട്ടുണ്ട്, നിങ്ങളിവിടെ ഇരിക്കണം, നീ ഇവിടെ ഇരിക്കൂ, ഞാൻ ആ തീയെന്ന് ലാല്ലി ആത്തീക്കും, ഞാൻ നിങ്ങൾക്ക് സ ആത്തീക്കും. ഇനി ആനസ്തു നാറൻ, ഞാൻ തീയ് കണ്ടു. സ ആത്തീക്കും, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന്, അത് ഭാര്യയോടുള്ള ആ ആദരവോടുകൂടിയാണ് പറയുന്നത്. സ ആത്തീക്കും, നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. സ എന്ന് പറഞ്ഞാൽ പിന്നീട്, അതായത് ഞാൻ പോയി എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. മിൻഹ, ആ തീയിൽ നിന്ന്, ബി ഖബരിൻ, എന്തെങ്കിലും വർത്തമാനം. അപ്പം തീയുണ്ടെങ്കിൽ അവിടെ ആളുണ്ടാവും. ആ ആളുണ്ടെങ്കിൽ അവിടെ നിന്നൊരു വിവരം കിട്ടുമല്ലോ, ഇന്ന വഴിക്ക് പോയാൽ നിങ്ങൾക്ക് ഈജിപ്തിലേക്ക് എത്താമെന്ന് ആ വഴി കാണിച്ചു തരും. അപ്പോൾ അതാണ് ബി ഖബരിൻ എന്ന് പറഞ്ഞാൽ. ബി ഖബരിൻ, ഒരു വർത്തമാനം, അതായത് വഴിയെപ്പറ്റിയുള്ള കൃത്യമായ ഖബർ. ബി ഖബരിൻ അനി ത്വരീഖീന, ഈജിപ്തിലേക്കുള്ള, മൂസാ നബിക്ക് അത് അറിയില്ല അങ്ങനത്തെ ഒരു വഴി. അപ്പോൾ ഈജിപ്തിലേക്കുള്ള വഴിയെപ്പറ്റിയുള്ള ഖബർ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന്, തീയിൽ നിന്ന് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാൽ ആ തീയിൻ്റെ അടുത്തുള്ള ആൾ ആരെങ്കിലും ഉണ്ടാവും, തീ കത്തിക്കുമ്പോൾ ആരെങ്കിലും അവിടെ താമസക്കാരുണ്ടാവുമല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്ന് തരാം. ഔ ആ തീക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. പോൽക്ക് ആ വിവരം ഇല്ല എന്ന് വിചാരിക്കുക, ഈജിപ്തിൽ പോകേണ്ട വഴി ഏതാന്നുള്ളത് ആ തീയിൻ്റെ അടുത്തുള്ളവർക്ക് ഇല്ലെങ്കിൽ, ഔ ആത്തീക്കും ബി ശിഹാബിൻ ഖബസിൻ, ഞാൻ തീയിൽ നിന്ന് കത്തിച്ചെടുത്ത ഒരു നാളം കൊണ്ടുവന്ന് തരാം. തീയിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വല്ല പിന്നെ ഉണങ്ങിയ വസ്തുക്കൾ നമ്മൾ കത്തിച്ചെടുത്തിട്ട് ആ കത്തിച്ചെടുത്തതും കൊണ്ടുവരാമല്ലോ. എന്നാലോ
ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് അതുകൊണ്ട് ചൂട് കൊള്ളാമല്ലോ എന്നാണ് മൂസാ നബി പറയുന്നത്. കുറച്ച് തീ കത്തിച്ചു കൊണ്ട് വന്നാൽ അതിൽ നിന്ന് അവരാകെ മരുഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് കടുത്ത ചൂടും ഒക്കെയായി, അല്ല കടുത്ത തണുപ്പ്, കൊടും തണുപ്പിലാണ് പെട്ടത്. രാത്രിയായും ചെയ്തു, വഴി അറിയണില്ല. ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്. അപ്പോൾ ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് കുറച്ച് ഇസ്തല എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ടുവന്ന, തീ കാഞ്ഞു. ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് തീ കായാമല്ലോ, ഞാൻ കുറച്ച് തീയെന്നെങ്കിലും കത്തിച്ചു കൊണ്ടുവന്ന് തരാം. അല്ലെങ്കിൽ ഓരോരുത്തർ വല്ല വിവരവും ഉണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത, അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസാണ്. ഇന്നത്തെ ന്യൂസിനാ പറയാം. അപ്പോൾ ലഅല്ലി ആതീക്കും മിൻഹാ ബിഖബരിൻ, ഞാൻ ആ തീയിൽ നിന്ന്, തീയിൻ്റെ അടുത്തുള്ള ആളുകളിൽ നിന്ന് വല്ല വാർത്തയും കൊണ്ട്, വഴിയെപ്പറ്റിയുള്ള വിവരം കൊണ്ട് വന്ന് തരാം. ഔ ആതീക്കും ബി ശിഹാബിൻ ഖബസിൻ, ഖബസ് എന്ന് പറഞ്ഞാൽ തീയിൽ നിന്ന് കത്തിച്ചെടുത്ത തീക്കൊള്ളി, അതാണ് ശിഹാബ്. ചങ്കോല്, തീക്കൊള്ളി, അതുപോലെ ഈ ഉൽക്ക, അതിനൊക്കെ ശിഹാബ് എന്നാണ് പറയുക. ഉൽക്ക, ആകാശത്ത് നിന്ന് വരുന്ന ആ തീയിൻ്റെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉൽക്ക എന്ന് പറയാം. അതിന് തീ കൊണ്ട് പ്രകാശിക്കുന്ന ഒരു കൊള്ളിമലോ അല്ലെങ്കിൽ ഒരു വസ്തുവുമലോ ഉണ്ട്, അതിനൊക്കെ ശിഹാബ് എന്ന. ഖബസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കത്തിച്ചെടുത്ത ശിഹാബ്, ഒരു തീക്കൊള്ളിയും കൊണ്ടുവരാം. ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് തീ കൊള്ളാമല്ലോ, തീ കായാമല്ലോ, തണുപ്പാണല്ലോ എന്നതിൽ നിന്ന് മനസ്സിലാകുന്നു. തീ കായാണെങ്കിൽ തണുപ്പുള്ള സമയത്തല്ല തീ കായ. അപ്പോൾ എന്തെങ്കിലും കൊള്ളിയും മരക്കൊള്ളിയും ഇലയൊക്കെ ഇട്ടിട്ട് തീ കായാം, ഞാൻ കുറച്ച് തീയേറ്റ് വരാം എന്ന് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ അലൈഹിസ്സലാം പ്രവാചകനായിട്ടില്ല. മൂസ തൻ്റെ ഭാര്യയോട് അന്തിക്ക് രാത്രി നേരത്ത് ആരാരുമില്ലാത്ത വിജനമായി മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ആ ഒരു വർത്തമാനം നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് നബിൻ്റെ തൊള്ളിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം മദീനത്തുള്ള ജൂതന്മാരിത് കേട്ടപ്പോൾ അങ്ങനെ ഞങ്ങളെ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് പോലും സമ്മതിക്കുകയും കൂടിയാണ്. അത് ഖുറൈശികൾക്ക് ബോധ്യപ്പെടുമ്പോണ്ടാകുന്ന ആ ബോധ്യമാണ് അവർക്ക് ഇസ്ലാമിലേക്ക് വരാനുണ്ടായൊക്കെ കാരണങ്ങൾ. അതിനാണ് ഖുർആൻ്റെ മൗജിദത്തും, അതാണ്. അപ്പോൾ അങ്ങനെ പോയി പറഞ്ഞു. ഫലമ്മാ ജാഅഹ, ഫലമ്മ അപ്പോൾ ഫലമ്മാ ജാഅഹ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, ജാഅ വന്നു, ചെന്നു, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, ലമ്മ ഫലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള ഫായും ലമ്മയും ഏകദേശം ഒരേ അർത്ഥമാണ്, അതൊരു പ്രയോഗമാണ്. അപ്പോൾ ഫലമ്മാ ജാഅഹ, അദ്ദേഹം അവിടെ, അതായത് ആ തീയിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ, നൂദിയ, വിളിച്ചു പറയപ്പെട്ടു. നാദാ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു. നാദാ മുനാദിൻ ഫിസമായി എന്ന് ഉണ്ടല്ലോ ഹദീസിൽ. നൂദിയ, വിളിച്ചു പറയപ്പെട്ടു. എന്ത്? അൻബൂരികമം ഫിന്നാരി വമൻ ഹൗലഹ, അൻബൂരികമം ഫിന്നാരി വമൻ ഔലഹ, ആ തീയിൻ്റെ അടുത്തുള്ളവനും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ബൂരിക്ക എന്ന് പറഞ്ഞാൽ ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീയിൻ്റെ അടുത്തുള്ള ആളും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ തീയ് സാധാരണ തീയല്ല. തീയ് അവിടെ കത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മലക്കുകളോ മറ്റോ ആയിരിക്കാം. ഏതായിരുന്നാലും ആ മംഫിന്നാർ, തീയിൻ്റെ ആ തീയിലുള്ള എന്ന് പറഞ്ഞാൽ തീ വെളിച്ചത്തിലുള്ള ആളും അതിൻ്റെ ചുറ്റുഭാഗത്തുമൊക്കെയാണ് മൂസാ നബിയൊക്കെ അവിടേക്കാണ് വരികയാണല്ലോ. മൂസാ നബി ഭാര്യ അപ്പുറത്തുണ്ട്, മൂസാ നബി ആണ്ട് ചെല്ലുകയാണ്. ഒമൻ ഹൗലഹ, അവക്ക് ചുറ്റുമുള്ള ആളുകളും ഭൂരിക്ക, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വസുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് പരിശുദ്ധൻ. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവാണ് പരിശുദ്ധൻ. കാരണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗർഭിണിയായ ഭാര്യയും ഭർത്താവും ആ അവസരത്തിൽ തീ കണ്ടിട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സമാധാനത്തിൻ്റെ വിളിയാണ് കേൾക്കുന്നത്. എന്താണ്? അൻബൂരികമം ഫിന്നാർ, ഈ തീയിൻ്റെ അടുക്കുള്ളവരും വമൻ ഹൗലഹ, അതിന് ചുറ്റുമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് എന്തോ ഒരു അനുഗ്രഹം വന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഏതോ ഒരു വിളിയാളം കേൾക്കുമ്പോൾ മൂസാ നബിക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രയാണ്! അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു എന്നെ പറയാണ് സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവാണ് പരിശുദ്ധൻ, റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. എന്നിട്ട് ആ വിളിയുടെ ബാക്കി വിളിയാണ് യാ മൂസ ഇന്നഹു അനല്ലാഹ്. യാ മൂസ, ഹേ മൂസ, യാ മൂസ, മൂസേ, ഇന്നഹു തീർച്ചയായും കാര്യം, ഇന്നഹു തീർച്ചയായും കാര്യം, അനല്ലാ ഞാനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ വിളിയാണ് ആ കേൾക്കുന്നത്. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കാര്യം, ഒരു കാര്യം ഞാൻ പറയാം. അനല്ലാ ഞാനാണ് അള്ളാഹു, അൽ അസീസ് പ്രതാപിയായ അള്ളാഹു, അൽ ഹക്കീം സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു ഞാനാണ് മൂസേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീയിൻ്റെ അടുക്കലുള്ളത് അനുഗ്രഹിക്കപ്പെട്ടു. ഞാനാണ് നിന്നെ വിളിക്കുന്നത്, ഞാനാണ് നിന്നോട് സംസാരിക്കുന്നത്. അള്ളാഹു മൂസാ നബിയോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതാണ് മൂസ കലീമുല്ലാ, മൂസാ നബി അള്ളാഹു സംസാരിച്ച വ്യക്തിയാണ് എന്ന് പറയുന്നത്. ഇന്നനി അനല്ലാ, ചിലയിടത്ത് അങ്ങനെ കാണാം. ഇവിടെ ഇന്നഹു അനല്ലാ, തീർച്ചയായും കാര്യം ഞാൻ അള്ളയാണ് എന്ന കാര്യം നിന്നെ വിളിച്ചു പറയുന്നു. മറ്റിടത്ത് കാണാം ഇന്നനി അനല്ലാ, ഞാനാണ് അള്ളാഹു. മൂസാ നബി അള്ളാഹുവിനെ കാണുന്നില്ല. അത് മൂസാ നബി ചോദിക്കുന്നുണ്ട്, പഠിച്ചവനെ എന്നെ കാണണം. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയൂല. ഇന്നക്കല്ലം തറാനി, എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. ഒലാക്കിൻ ഉള്ളുറിൽ ജബൽ, നീ ആ പർവ്വതത്തിലേക്ക് നോക്ക് എന്ന് അത് വേറെ ആയത്തിലുണ്ട്, നമുക്ക് വായിക്കാം. അപ്പോൾ ഇന്നനി അനല്ലാഹുൽ അസീസുൽ ഹക്കീം, ഞാൻ അള്ളാഹുവാണ് പ്രതാപിയായ സൂക്ഷ്മജ്ഞാനിയായ എന്ന് മൂസാ നബിയോട് അള്ളാഹയുടെ ശബ്ദം കേട്ടു. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത് നബി പറയാണല്ലോ. എന്നാൽ നബി ഇങ്ങനെ വെറുതെ പിച്ചുമ്പയും പറയാണ്, ഇല്ലാത്തത് പറയാണ് എങ്കിൽ അതല്ല, ആ യഹൂദ നസാറാക്കൾ അംഗീകരിക്കുകയും അത് ശരിയാണ്, ഞങ്ങളുടെ വേരത്തിൽ ഇന്നും ആ വേരത്തിൽ നിലനിൽക്കുന്നതും കൂടിയാണത്. പിന്നെ എന്നിട്ട് ആ വിളി പിന്നെയും പറയാം, മൂസേ ഞാൻ അള്ളയാണ്. വ അൽഖി അസ്വാക ഫലം, വ അൽഖി അസ്വാക, നിൻ്റെ അസ്വാ എന്ന് പറഞ്ഞാൽ വടി, അസാക്ക അൽഖി നീ നിലത്തിടുക, അൽഖാ ഇട്ടു, അൽഖി നീ നിലത്തേക്ക് ഇടുക, അസാക്ക നിൻ്റെ വടി. മൂസാ നബിൻ്റെ കയ്യിൽ സ്വാഭാവികമായും അങ്ങനെയുള്ള ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ ഒരു വടി ഉണ്ടാവും. പണ്ട് 10 കൊല്ലം ആട് മേച്ച് ജീവിക്കായിരുന്നല്ലോ മദിയനിൽ. ആട് മേച്ച് ജീവിക്കാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ആടുകളെ മേയ്ക്കുന്ന പണിയാണ് മൂസാ നബിക്ക് ഉണ്ടായിരുന്നത്. എല്ലാ നബിമാരും ആട് മേച്ചിട്ടുണ്ട് എന്ന്. മൂസാ നബി മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മളൊരു ആട് മേയ്ക്കുന്ന, എനിക്കെന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്കൊരു 50 ആടുണ്ട്, അതിനെ മേച്ച് നടക്കുന്നതാണ് സാധു. ഒരാട് മേയ്ക്കുന്ന, നല്ല തുണിക്കുപ്പായിട്ട് നടക്കാത്ത ഒരു നാടൻ കാക്ക എന്നേ നമ്മൾ പറയുള്ളൂ. ആട് ഇങ്ങനെ ആടുകൾക്ക് തിന്നാൻ കൊടുത്ത് അതിനെ കറന്നുണ്ടാക്കി വളർത്തുന്ന. എന്നാൽ അള്ളാഹ് പറയാണ് എല്ലാ നബിമാരും ആട് മേച്ചിട്ടുണ്ട്. അപ്പോൾ ആട് മേയ്ക്കുമ്പോൾ സ്വാഭാവികമായൊരു ബടി ഉണ്ടാവും. മൂസാ നബി പറയുന്നുണ്ട്, അതിൻ്റെ ഈ ബടി എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇതിന് ഇല തച്ച് ചോദിച്ചാലുള്ളതാണ്, വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എന്തേലും ആ മരുഭൂമിയിലൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവില്ലേ. അതാണ് അൽഖി അസ്വാക്ക, നിൻ്റെ വടി നിലത്തിടുക. ഫലമ്മാ റആഹ, അപ്പോൾ അതിനെ അദ്ദേഹം കണ്ടപ്പോൾ, വടി നിലത്തിട്ടപ്പോൾ വടി അദ്ദേഹം കണ്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണില്ല, ചുരുക്കിയ പറയുന്നത്. ഫലമ്മാ റആഹ, അപ്പോൾ റആ അദ്ദേഹം മൂസാ നബി കണ്ടു. ആ വടിയെ കണ്ടപ്പോൾ തഹ്തസ്സു, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. കഅന്നഹ ജാന്നുൻ, ഒരു പാമ്പ് പോലെ. ജാന്ന് എന്ന് പറഞ്ഞാൽ പാമ്പ് എന്ന്. കഅന്നഹ ജാന്നുൻ, ഒരു പാമ്പ്. ജാന്ന് എന്നുള്ളത് ജിന്നുകൾക്കും പറയും. തഹ്തസ്സു കഅന്നഹ ജാൻ. ജാന്ന് എന്ന് പറയണമെങ്കിൽ ആൺവർഗത്തിൽപ്പെട്ട അതിവേഗത കൂടിയ, നോക്കിയാൽ പെട്ടെന്ന് കണ്ടാൽ കാണാനും കൂടി പറ്റാത്ത പാമ്പിനാണ് ജാന്ന് അറിയാം. ഈ ജിന്ന് എന്നുള്ള പദം തന്നെ ആ വർഗത്തിന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യന് കാണാൻ പറ്റാതെ. ജന്ന എന്ന് പറഞ്ഞാൽ ഇരുട്ടായി, കാണാൻ പറ്റാതെയായി എന്നുള്ള അർത്ഥമാണ് ജന്ന. ആ ജന്ന എന്നുള്ള വാക്കിന് അതാണ്, കാണാൻ പറ്റാതെയായി. ഉള്ള ഒരു സാധനം, അതിൻ്റെ അസ്തിത്വം കണ്ണിൽ പെടാതെ ഇരിക്കുന്ന ഒരു വസ്തുവിനാണ് ജാന്നത്. അപ്പോൾ ജന്നത്ത് എന്ന് പറയും തോട്ടത്തിന്. അതെന്താ കാരണം? തോട്ടം നന്നായിട്ട് ഇടതൂർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ആ ഇരുട്ടിനെ കുറിക്കുന്നതാണ് ജിന്നത്ത്. അപ്പോൾ ജിന്നത്ത് പറഞ്ഞാൽ ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഈ പാമ്പ്, അതിവേഗതയിലോടുന്ന പാമ്പുകളെ മനുഷ്യന് ശരിക്കും കാണാൻ കഴിയില്ല. അതാണ് ജാന്ന്. അപ്പോൾ ജാന്ന് എന്ന് പറഞ്ഞാൽ ജിന്നുകൾ എന്ന് പറയുന്നതും അതേ പദത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനീൻ എന്ന് പറയുമല്ലോ, ജനീൻ എന്ന് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ്, അതിൻ്റെ മുഴക്കവും അതിൻ്റെ അനക്കവും ഒക്കെ ഉണ്ടാവും, പക്ഷെ കാണാൻ കഴിയില്ല. അപ്പോൾ അതാണ് കഅന്നഹ ജാനുൻ. ഇവിടെ ജാന് പോലെ എന്ന് പറഞ്ഞാൽ ആൺവർഗത്തിൽപ്പെട്ട വേഗത കൂടിയ പാമ്പിനാണ് ജാന് എന്ന് പറയാം. അപ്പോൾ കഅന്നഹ ജാനുൻ തഹ്തസ്സു, അതിങ്ങനെ ഇളകുന്നു. ഹസ്സ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിശക്തമായ അതിവേഗത്തിൽ ഇളകുന്നു, അതാണ് ഹസ്സ. ഈ മരക്കൊമ്പൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതിന് ഹസ്സ എന്ന് പറയും. അതുപോലെ നമ്മൾ തണുത്ത് വിറച്ചിട്ട് ഹസ്സ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറച്ചു, ഇളകി. തഹ്തസ്സു, അത് ഇളകിക്കൊണ്ടിരിക്കുന്നു. കഅന്നഹ ജാന്നുൻ, ഒരു അതിവേഗതയുള്ള ഒരു പാമ്പ് പോലെ. വല്ലാ മുദ്ബിർ, അത് കണ്ടപ്പോൾ ഫലമാ റആഹ തഹ്തസ്സു കഅന്നഹ ജാന്നുൻ, ഒരു വേഗതയുള്ള പാമ്പ് പോലെ അതിങ്ങനെ ഇളകിക്കൊടുക്കുന്നത് അദ്ദേഹം കണ്ടപ്പോൾ വല്ലാ മുദ്ബിറൻ, മൂസാ നബി പിന്തിരിഞ്ഞോടി. വലം യുഅഖിബ്, തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അഖബ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയോ നോക്കുകയോ ചെയ്തില്ല. തിരിഞ്ഞു നോക്കാതെ പിന്തിരിഞ്ഞ് വല്ലാ മുദ്ബിറൻ. ദുബുർ എന്ന് പറഞ്ഞാൽ നമ്മളെ പിൻഭാഗം എന്നാ. പിൻഭാഗം തിരിച്ചുകൊണ്ട് ഓടി എന്ന് പറഞ്ഞാൽ പിൻഭാഗം തിരിച്ചുകൊണ്ട് ഓടി എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് ഓടി. വലം യുഅഖിബ്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല, പേടിയുണ്ട്. അപ്പോൾ അല്ലാഹു തആല വിളിച്ചു, യാ മൂസ, ഹേ മൂസ, ലാ തഖഫ്, പേടിക്കരുത്. ലാ തഖഫ്, പേടിക്കരുത്. ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, ഇന്നി, തീർച്ചയായും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ ലാ യഖാഫു ലദയ്യ, എൻ്റെ അടുക്കൽ പേടിക്കുകയില്ല. അൽ മുർസലൂൻ, മുർസലീങ്ങൾ എൻ്റെ അടുക്കൽ പേടിക്കൂല. ഞാൻ അള്ളയാണ്, ഞാൻ അയച്ചതാണ്, നിന്നെ ദൂതനാക്കി അയക്കുകയാണ്. അപ്പോൾ മുർസലീങ്ങൾ, അപ്പം മുർസലാണ് ഇദ്ദേഹം എന്നുള്ളത് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കുന്ന വിവരമാണ്. നീ മുർസലാണ്, എൻ്റെ അടുക്കൽ മുർസലീങ്ങൾ പേടിക്കാൻ പാടില്ല. നീ തിരിഞ്ഞു നോക്കാതെ ഓടൊന്നും വേണ്ട. ഇന്നക്ക മിനൽ ആമിനീൻ എന്ന് വേറെ സ്ഥലത്തുണ്ട്. നീ പിന്നെ നിർഭയന്മാരിൽപ്പെട്ട ആളാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് വലം യുഅഖിബ്, തിരിഞ്ഞു നോക്കിയില്ല. യാ മൂസ, മൂസേ, ലാ തഖഫ്, നീ പേടിക്കരുത്. ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, എൻ്റെ അടുക്കൽ മുർസലുകൾ ഭയപ്പെടുകയില്ല. പിന്നെ ഇല്ലാ മൻ വലമ, അക്രമികൾ ഒഴികെ. മുർസലീങ്ങൾ ഭയപ്പെടില്ല, എന്നാൽ എൻ്റെ അടുക്കൽ ഭയപ്പെടുമാര് അക്രമികൾ ഒഴികെ. സുമ്മ ബദ്ദല ഹുസ്നൻ, പിന്നീട് ബദ്ദല ഹുസ്നൻ, നന്മ പകരമാക്കി. ബഅദ സൂഇൻ, തിന്മ ചെയ്തതിൻ്റെ തെറ്റ്, സൂ കാരണം ചീത്ത ചെയ്തതിൻ്റെ ശേഷം നന്മ പകരമായി ചെയ്ത ആളുകളാണെങ്കിൽ ഫഇന്നി ഗഫൂറുർ റഹീം, ഞാൻ പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ്. മൂസാ നബിക്ക് അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ മുർസലാണ്, ഭയപ്പെടണ്ട, തിരിഞ്ഞോടണ്ട, നിർഭയമുണ്ട്. പിന്നെ എന്നെ ഭയപ്പെടുന്നവരാരാണ്? അത് അക്രമം ചെയ്ത ആളുകളാണ്. ഇല്ലാമൻ വലമ, അക്രമിച്ചവരാണ് ഭയപ്പെടുക. എന്നാലോ സുമ്മ ബദ്ദല ഹുസ്നൻ ബഅദ സൂഇൻ, തെറ്റിൻ്റെ ശേഷം നല്ലത് പകരമാക്കി ജീവിച്ചാലോ ഫഇന്നി ഗഫൂറുർ റഹീം, ഞാൻ പൊറുക്കുന്നവനുമാണ് കരുണാനിധിയുമാണ്. പിന്നെ വഅദ്ഖിൽ യദക, നീ കൈ കടത്തി വെക്കുക. അദ്ഖല എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, കടത്തി. വഅദ്ഖിൽ, നീ പ്രവേശിപ്പിക്ക്. യദക, നിൻ്റെ കൈ. ഫി ജൈബിക, നിൻ്റെ കക്ഷത്തിൽ. ജൈബ് എന്ന് പറയുന്നത് കീസ എന്നുള്ള അർത്ഥം അതിനുണ്ട്. ഇവിടെ ജൈബ് എന്ന് പറയുന്നത് ഈ കക്ഷമാണ്. നിൻ്റെ ജൈബിൻ്റെ ഉള്ളിൽ, നിൻ്റെ കക്ഷത്തിൻ്റെ ഉള്ളിൽ നീ കൈ വെക്ക്. തഖ്റുജ്, അത് എന്നിട്ട് പുറത്തു വരും. ബൈളാ, വെളുവെളുത്ത നിലക്ക്. മിൻ ഗൈരി സൂഇൻ, ഒരു ഐബ്, ഒരു ചീത്തയല്ലാത്ത നിലക്ക്. വെളുവെളുത്ത് കഴിഞ്ഞാൽ പിന്നെ പാണ്ടായി കഴിഞ്ഞാൽ മോശമായി. അപ്പോൾ ഒരു ചീത്തയായ രൂപത്തിലല്ലാതെ നല്ല പ്രകാശിക്കുന്ന നിലക്ക്. പ്രകാശം അത് അനാവശ്യമായ പ്രകാശമായാൽ
ഇപ്പം നല്ലോണം വെളുത്തു വിചാരിക്കുക, വെളുത്ത് വെള്ളപ്പാണ്ടായ ചീത്ത ഇതാണ്, ഒരു ചീത്ത അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചീത്തയില്ലാത്ത ഒയിരി സൂയിൻ, ചീത്തയല്ലാത്ത നിലക്ക് അത് വെളുവെളുത്തുകൊണ്ട് കൈ പുറത്ത് വരും. മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ അതാണ്. കൈ കക്ഷത്തിൽ വെക്കുന്നു, എന്നിട്ടിങ്ങനെ കാണിച്ചാൽ വെളുവെളുത്ത പ്രകാശിക്കുന്ന കൈയായി മാറുന്നു. വീണ്ടും അത് കക്ഷത്തിൽ വെച്ചെടുത്താൽ സാധാരണ കൈയായി മാറുന്നു എന്നത് ഒരു മുഅ്ജിസത്തായി കൊടുത്തു എന്നാണ് പറയുന്നത്. നമുക്കതിൽ നമ്മളെ ബുദ്ധിയും ബാക്കിയുള്ള കാര്യങ്ങളും അതിനെതിരാണെങ്കിലും അങ്ങനെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ മിൻ ഗൈരി സുൻ, മോശമല്ലാത്ത ഫീ തിസ്ഇ ആയാത്തിൻ, ഈ 9 ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഈ 2 ദൃഷ്ടാന്തം നീ ചെയ്യാൻ. അപ്പോൾ മൂസാ നബിക്ക് ഇനിയും 7 ദൃഷ്ടാന്തങ്ങൾ വേറെ കൊടുക്കാൻ പോകുന്നുണ്ട്. അത് ഈജിപ്തിലെത്തിയിട്ടേ കൊടുക്കുള്ളൂ. അള്ളാഹ് പറയാ 9 ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഇത് 2 ഇപ്പം പിടിച്ചോ എന്നർത്ഥം. ഏത് വടി ഇട്ടോ അത് പാമ്പാവും, പിടിച്ചോ. മറ്റൊന്ന് കൈ ഇവിടെ വെച്ചോ, തഖ്റുജ് ബൈളാ മിൻ ഗൈരി സൂഇൻ, ഒരു മോശമല്ലാത്ത വിധത്തിൽ വെളുത്തു വരും, വെളുത്തുകൊണ്ട് പുറത്തെടുക്കാം. ഫീ തിസ്ഇ ആയാത്തിൻ, ഈ 7 വേറെ വരുന്നുണ്ട്, ആകെ 9. തിസ്ഇ എന്ന് പറഞ്ഞാൽ 9. ഫീ തിസ്ഇ ആയാത്തിൻ, അത് വേറെ സൂറത്തുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണത്? ഒന്ന് തൂഫാൻ, ഫിർഔനും എവിടെയെന്നു അറഫിൽ, പിന്നെ തൂഫാൻ, അതായത് ഫിർഔനും മൂസാ നബിയും തമ്മിൽ ആ സംഘടന കാലത്ത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ഫിർഔൻ പറഞ്ഞു അവസാനം ഇനി ഒരു രക്ഷയില്ല നമുക്ക്, മൂസൻ്റെ കുരുത്തക്കേടാണ്, മൂസനോട് തന്നെ പറയണം. മൂസ പറഞ്ഞോട് അവർ പറഞ്ഞു എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മൂസാ നബി പ്രാർത്ഥിച്ചു, തൂഫാനില്ലാതെയായി. അതുപോലെ ഉണ്ടായ മറ്റൊന്നാണ് ജറാദ്, വെട്ടുകിളി ശല്യം. അത് മൂസാ നബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, രക്ഷപ്പെട്ടു. കുമ്മൽ, ഒരു തരം ചെള്ള്, തിന്നേണ്ട ഇടത്തും കുടിക്കേണ്ട ഇടത്തും തൊള്ള തുറന്നാലും ചെള്ള്, ഭക്ഷണത്തിലൊക്കെ ചെള്ള്, കുമ്മൽ. അതുപോലെ ലഫാദി, തവള, അവൻ്റെ ഭക്ഷണ വസ്തുക്കളിലും വെള്ളത്തിലും തവളനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശിക്ഷ. വദ്ദമ്, മറ്റൊരിക്കലുണ്ടായത് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എന്ത് തുറന്നു നോക്കിയാലും കിണറ്റിൽ വെള്ളം എടുത്ത് നോക്കിയാലും അത് മുഴുവൻ രക്തനിറം, രക്തത്തിൻ്റെ വർണ്ണവും രക്തത്തിൻ്റെ ചൊവയുമുള്ള പിന്നെ ദമ്, രക്തം. അതുപോലെ ക്ഷാമം വന്നു അവർക്ക്, ഭയങ്കരമായ ക്ഷാമം. പിന്നെ കായ്ക്കനികളില്ലാതെയായി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഈജിപ്തിൽ വെച്ച് മൂസാ നബിക്ക് അള്ളാഹു അവരെ ഫിർഔനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മൂസാ നബിയുടെ കാലത്ത് കൊടുത്ത ശിക്ഷകളാണ്. എന്നിട്ട് മൂസാ നബി പ്രാർത്ഥിച്ചപ്പോൾ അതാണ് ശരിയായി വരുന്നുണ്ട്. അങ്ങനെ വരാനുള്ള 9 ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഈ 2 അള്ളാഹ് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇലാ ഫിർഔന, ഫിർഔനിലേക്ക്, വഖൗമിഹി, തൻ്റെ ജനങ്ങളിലേക്കും നിനക്ക് ഞാൻ തരുന്ന, അവരിലേക്ക് തന്നെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി, അവരെ കാണിക്കാൻ വേണ്ടി തരുന്ന 9 ആയത്തുകളുടെ കൂട്ടത്തിൽ 2 ആയത്ത് നീ ചെയ്യ്. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, തീർച്ചയായും അവർ ഖൗമൻ ഫാസിഖീൻ, വഴികെട്ട ദുർമാർഗികളായ ഒരു സമൂഹമായിരിക്കുന്നു. അപ്പോൾ മൂസാ നബി എവിടേക്കാ പോകാനുള്ളത് എന്നും അവിടെ എന്തൊക്കെ സംഭവിക്കാമെന്നും അന്ന് മൂസാ നബിക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ രാത്രി സമയത്ത് തൂരി സീനാ പർവ്വതത്തിൽ ആ തീയിൻ്റെ വെളിച്ചം നോക്കി ചെന്നപ്പോൾ മൂസാ നബിക്ക് അല്ലാഹ് പറഞ്ഞു കൊടുത്തു. അതാണ് ഫലമ്മാ ജാഅത്തുഹും ആയാതുന, അങ്ങനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഫിർഔനും അദ്ദേഹത്തിൻ്റെ ഖൗമിനും വന്നപ്പോൾ മുബ്സിറത്തൻ, വളരെ വ്യക്തമായിക്കൊണ്ട്, മുബ്സിറത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും കാണാവുന്ന രൂപത്തിൽ വ്യക്തമായിക്കൊണ്ട് നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മായാജാലമാണ് എന്ന് പറഞ്ഞു. വജഹദൂ ബിഹാ, ഇതിനെ അവർ നിഷേധിച്ചു. വസ്തൈഖനത്ത്, അതിനെ നിഷേധിച്ചു. അവർ ബനൂ ഇസ്രായേൽക്കാർ അതിനൊക്കെ നിഷേധിച്ചു. എന്നാൽ വസ്തൈഖനത്ത് അംഫുസഹും, അവരുടെ നഫ്സ് അതിനെ ഉറപ്പിക്കുകയും ചെയ്തത് ശരിയാണ് എന്ന് യഖീൻ അവർക്കുണ്ടായിരുന്നു. പക്ഷേ തൊള്ള കൊണ്ട് അവർ നിഷേധിച്ചു. ഉൽമൻ, അതിക്രമം കൊണ്ടും, ഉലുവൻ, മേൽക്കോയ്മ കൊണ്ടും. ഞങ്ങളല്ലേ വലിയ ആൾക്കാർ, ഇവൻ പറയേണ്ടതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങളുടെ അത് മനസ്സിലുണ്ട്. ഇസ്തൈഖനത്ത് അംഫുസഹും, മനസ്സുകൊണ്ട് അവർ യഖീനാക്കി, എന്നാൽ അതിനെ വായ കൊണ്ട് നിഷേധിക്കുകയും ചെയ്തു. ഉൽമൻ, അക്രമത്താലും, ഉലുവൻ, മേൽക്കോയ്മയാലും. ഫല്ലുർ, അപ്പോൾ നീ നോക്ക്,
കൈഫകാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫസാദുണ്ടാക്കിയവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന്, എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ഇനി ബാക്കിയുള്ളത് വേറെയും ചരിത്രത്തിൽ മറ്റു ആയത്തുകളിൽ വരും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.